വിവാഹത്തെ പറ്റി പറയുമ്പോൾ പെൺകുട്ടികളാണ് എപ്പോഴും ചോദിക്കുക, ഒരു ഒരു ചായ കുടിച്ച ബന്ധത്തിൽ ഇങ്ങനെ ഒരാളെ കൂടെ ജീവിക്കും എന്നുള്ളതാണ്. കാരണം കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ കോർട്ട്ഷിപ്പിൻ്റെ ഒരു രീതി, പിന്നെ വരുന്നു, ഒരു ചായ കുടിക്കുന്നു, ഒരുമിച്ച് ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നു, വിവാഹം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എങ്ങനെ അതിൻ്റെ പുറത്ത് നമ്മളത് ഒരാളെ കൂടെ ജീവിക്കുന്നു. അതേസമയം നമുക്കൊരാളെ 5 കൊല്ലോ 10 കൊല്ലമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നല്ലതെന്നാണ്. ഈ അറിയാം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അത് പിന്നെ ഒരു പ്രണയത്തിലേക്ക് പോയിട്ടുള്ള ബന്ധമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഒരു ഡേറ്റിങ്ങും ആ രൂപത്തിലുള്ള. അപ്പോൾ അതിൽ പിന്നെ ശരിക്കും ചോയ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചോയ്സാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന രൂപത്തിലാണ് ലവ് മാരേജിന് എന്ത് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോയ്സ്, അതെൻ്റെ തീരുമാനമാണ് എന്ന രൂപത്തിലാണ് ലവ് മാരേജിനെ കുറച്ചും കൂടിയും ഭംഗിയാക്കുന്നത്. അതേസമയം അറേഞ്ച് മാരേജ് നമ്മൾ പറയുക മറ്റാരുടെയോ തീരുമാനം അടിച്ചേൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ജീവിതത്തിലേക്ക് കിടക്കുന്നു, എന്നിട്ട് അടിമയായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. തിരിച്ചെന്ന് വെച്ചാൽ ലവ് മാരേജിൽ സത്യത്തിൽ ചോയ്സ് ഇല്ല, ഒരു ചോയ്സും ഇല്ല. കാരണം നമ്മൾ ഏതോ ഒരു ഘട്ടത്തിൽ നമ്മളുടെ ബ്രെയിന് ഒരാളിൽ അട്രാക്റ്റഡ് ആയി പോവുകയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫാൾ ഇൻ ലവ് എന്നാണ്. അത് പ്രണയത്തിലാണ് വീണ് പോകുന്നത്. അത് വീണ് പോയതാണ്. ആ വീണ് പോയടുത്ത് നമുക്കൊരു ചോയ്സ് ഇല്ല, എവിടെ വീണമെന്ന് പോലും ചോയ്സ് ഇല്ല. അപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ട് ആവാം, നൈബർ ആവാം, ക്ലാസ്മേറ്റ് ആവാം, കൊലീഗ് ആവാം, ആരും ആകാം, അല്ലെങ്കിൽ ഓൺലൈനിൽ പരിചയപ്പെട്ട ഒരു ഡേറ്റിങ്ങിൽ പരിചയപ്പെട്ട ആളാവാം, ആരും ആവാം. അപ്പോൾ അയാളിൽ നമുക്കൊരു ആകർഷണം ഫീൽ ചെയ്യുന്നു. അവിടെ നമ്മൾ അയാളിൽ പ്രത്യേക നിമിഷത്തിൽ നമുക്ക് അട്രാക്റ്റഡ് ആവണം. അട്രാക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ അയാളെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫസ്റ്റ് നടക്കുന്നത് ഞാൻ അട്രാക്റ്റഡ് ആയി, അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നു. പിന്നെ എനിക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. അതേസമയം അറേഞ്ച്ഡ് മാരേജിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊരു പാർട്ണറെ വേണം എന്ന് തോന്നുന്ന സമയത്ത് ഞാനൊരു പാർട്ണറെ തിരയുന്നു. ആ പാർട്ണറെ തിരയാൻ എൻ്റെ മുമ്പിൽ കുറേ പ്രൊഫൈൽ വരുന്നു. അപ്പോൾ ആ പ്രൊഫൈലിൽ എനിക്ക് ഏറ്റവും മാച്ചിങ് ആയ ഒരു പ്രൊഫൈൽ ഏതാണെന്നുള്ളത് ഞാൻ നോക്കുകയാണ്. അവിടെ ഞാൻ എൻ്റെ ബ്രെയിൻ ആരോടും നിലവിൽ അട്രാക്റ്റഡ് ആയിട്ടില്ല. ഞാൻ വളരെ വൈസായിട്ട് ചൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എനിക്ക് മാച്ചിങ് ആയ പ്രൊഫൈൽ ഏതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൊഫൈൽ നോക്കിയാൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്നു, അയാളെക്കുറിച്ച് നോക്കുന്നു, നമ്മളുടെ ജീവിതത്തിൻ്റെ പല സ്റ്റാൻഡേർഡ്സുമായിട്ടും അയാളുടെ സ്റ്റാൻഡേർഡ്സും നമ്മളെ സ്റ്റാൻഡേർഡ്സും മാച്ച് ആകുന്നുണ്ടോ നോക്കുന്നു. കാരണം ഒരു ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുമിച്ചുള്ള ചിന്തകളും ഇതൊക്കെ, അല്ലെങ്കിൽ എല്ലാ നിലക്കും പരമാവധി ഒരുമിച്ച് വരുന്ന സംഗതികളെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആ നിലക്കെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒന്നിനെ ചൂസ് ചെയ്യുന്നു. ആ ചൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അയാളുടെ അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ ലവ് മാരേജിൽ സത്യത്തിൽ ആദ്യം അട്രാക്റ്റഡ് ആവുന്നു, അട്രാക്റ്റഡ് ആയതുകൊണ്ട് ചൂസ് ചെയ്യുന്നു. അറേഞ്ച്ഡ് മാരേജിൽ ആദ്യം ചൂസ് ചെയ്യുന്നുണ്ട്, കാരണം അവിടെ ചൂസ് ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഒന്നിനെ ചൂസ് ചെയ്തതിന് ശേഷം പിന്നീട് അയാളോട് അട്രാക്റ്റഡ് ആവുകയാണ്. അപ്പോൾ മറ്റേത് ഏറ്റവും വയസ്സായൊരു സെലക്ഷനാണ്. പിന്നെ അട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ രണ്ടും ഒരേ പ്രോസസ്സിലാണ് പോകുന്നത്, ഒരേ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല ഇത് അറേഞ്ച്ഡ് മാരേജിൻ്റെ വേറൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, വൺസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നമ്മൾ അവിടെ ഒരു കരാറ് വെക്കുകയാണ്. ആ കരാറ് വെച്ചിട്ട് അട്രാക്റ്റഡ് ആയി പോകുമ്പോൾ തമ്മിൽ ഒരാൾ ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. മറ്റേന്ന് വെച്ചാൽ നമ്മൾ അട്രാക്റ്റഡ് ആവുന്നു, പിന്നെ അതുകൊണ്ട് അയാളെ ഇനി ചൂസ് ചെയ്യാനുള്ള അവിടെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ അയാളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കരാറൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആ കരാറ് വരുന്നതിന് മുമ്പ് തമ്മിൽ ഒരാൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നാൽ രണ്ടിലും മാറ്റം. ചുരുക്കി പറഞ്ഞാൽ ലവ് മാരേജിൽ ഒരു ചോയ്സും ഇല്ല, അറേഞ്ച്ഡ് മാരേജിലെ ചോയ്സ് ഉള്ളൂ എന്നുള്ളതാണ്. വഞ്ചിക്കപ്പെടാൻ കൂടുതൽ സാധ്യത ഉള്ളത് ലവ് മാരേജിലാണ് മാത്രം.